പർദ്ദയും ഹിജാബും ധരിച്ചുകൊണ്ട് കാണിക്കുന്ന പേക്കൂത്തുകളുണ്ടല്ലോ. അല്ലാഹുവേ, കാസർഗോഡ് സിനിമാ തിയേറ്ററിന്റെ ഉള്ളിൽ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിനകത്ത് ദുആ ചെയ്യുമ്പോ പർദ്ദയിട്ട പെൺകുട്ടികൾ കേറിയിരുന്ന് ആമീൻ പറയുകയാണ്. അത് വീഡിയോ പിടിക്കുകയാണ്, ഷെയർ ചെയ്യുകയാണ്, ദീനിനെ നാണം കെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ, ഇത് അല്ലാഹുവിന്റെ ദീനാ മോളെ. ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലുമല്ല ഒരുപാട് പേര് അവരുടെ ജീവിതം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി കൊടുത്തിട്ട് അവര് പടുത്തുയർത്തിയ പരിശുദ്ധമായ ദീനുണ്ടല്ലോ, ആ ആദർശമുണ്ടല്ലോ, നിനക്കൊക്കെ ചവിട്ടി തേക്കാനുള്ളതല്ല, നിനക്ക് കളിയാക്കാനുള്ളതല്ല. എന്തു വേണമെങ്കിലും കാണിക്കടാ ചെറുപ്പക്കാരാ, പെങ്ങളെ, എന്തു തോന്നിവാസം വേണമെങ്കിലും നിങ്ങൾ കാണിച്ചോ. ഈ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ളത് തിന്നാ, ഇഷ്ടമുള്ളതുപോലെ നടക്കാം. ഈ രാജ്യത്ത് എല്ലാത്തിനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്തിനാ ഫർദയിടുന്നത്? എന്തിനാ മക്കളെ ഫർദയിടുന്നത്? ആ ഫർദയിട്ടുകൊണ്ട് ഈ പരിശുദ്ധമായ ദീനിനെ നാണം കെടുത്തുന്നത് എന്തിനാണ്? എടാ ചെറുപ്പക്കാരാ, നീ ഒരു മുസ്ലിം അല്ലേടാ പൊന്നുമോന്. പരിശുദ്ധമായ ദീനിനെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് കണ്ടാൽ അവര് പെട്ടെന്ന് ഇടപെടുകയാണ്, അവര് പെട്ടെന്ന് പ്രതികരിക്കുകയാണ്. എന്തിനാ മോനെ? വേറെ ഒരാൾക്കും ഒരു കുഴപ്പമില്ലല്ലോടാ, എന്തിനും നീ മാത്രം എന്തിനാ ഇങ്ങനെ തടസ്സം നിൽക്കുന്നത്? ഈ നാട്ടിൽ വേറെ ഒരാൾക്കും പരാതിയില്ല, ഈ മഹല്ലിൽ വേറെ ഒരാൾക്കും പരാതിയില്ല, നീ മാത്രം എന്തിനാണ് എല്ലാ തടസ്സം നിൽക്കുന്നത്? അവരെ അവരുടെ വഴിക്ക് വിട്ടാ പോരെ, അവരെ അവരുടെ വഴിക്ക് വിട്ടാ പോരെ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹു ചിലരുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചിലരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് സഹിക്കില്ലടോ, അവർ തെറ്റ് കണ്ടാ തിരുത്തുമടോ, അവര് തെറ്റ് കണ്ടാ പറയുമടോ. അത് വാപ്പയാണോ, ഉമ്മയാണോ, മക്കളാണോ, കൂടപ്പറപ്പാണോ, ഉസ്താദാണോ, ആരാണോ, തെറ്റ് കണ്ടാ പറയുമടോ. തെറ്റ് കണ്ടാൽ അവരുടെ മനസ്സ് വേദനിക്കുമടോ. അവരെ ഒറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അല്ലാഹു അവർക്ക് കൊടുത്ത ഒരു ഭാഗ്യമാണ്. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. ചില ആൾക്കാർ നിങ്ങൾ ചോദിക്കുമല്ലോ, എടാ ഇവിടെ വേറെ ഒരാൾക്കും പരാതിയില്ല, നീ മാത്രം എന്തിനാടാ എല്ലാത്തിനും തടസ്സം നിൽക്കണേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് എതിരായിട്ട് അള്ളാന്റെ ദീനിനെ മോശമാക്കുന്ന എന്തെങ്കിലും കുടുംബത്തിലോ നാട്ടിലോ നടക്കുന്നത് കണ്ടാൽ ഇടപെടുക തന്നെ ചെയ്യും. ചിലര് പ്രതികരിച്ചു പോകും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഈമാനുള്ളതിന്റെ അടയാളവാ. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അള്ള ഈമാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാതെ നീ താടിയും തഴമ്പും വെച്ചിട്ട് ഓനായി ഓന്റെ പാടായി എന്ന് പറഞ്ഞ് മിണ്ടാതെ നടക്കാൻ നീ പഠിപ്പിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, എടോ തെറ്റ് കണ്ടാ തിരുത്തണം, തെറ്റ് കണ്ടാ തിരുത്തണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. നബി തങ്ങൾ പറയുന്നുണ്ട്, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി. നബി തങ്ങൾ പഠിപ്പിക്കുന്നു, നിന്റെ കണ്ണുകൊണ്ട് നീ ഒരു തെറ്റ് കണ്ടു, ഒരു മോശമായ പ്രവർത്തനം നിന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടു, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, നബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെതിരായിട്ടുള്ള, ദീനിനെ മോശമാക്കുന്ന ഒരു പ്രവർത്തനം നിന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ നീ കൈകൊണ്ട് തടയണം. നീ കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയണം. എല്ലാം ഒന്നും കൈകൊണ്ട് തടയാൻ പറ്റൂല. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഒന്നുകിൽ നീ നിന്റെ കൈകൊണ്ട് തടയ്, കൈകൊണ്ട് തടയാൻ പറ്റാത്തതാണെങ്കിൽ നിന്റെ നാവ് കൊണ്ട് നീ തടയ്. നിനക്ക് നാവ് കൊണ്ട് തടയാൻ പറ്റുന്ന ചില കാര്യമുണ്ടല്ലോ, അപ്പൊ പറ്റുന്നത് നാവ് കൊണ്ട് തടയ്. ഇനി നാവ് കൊണ്ട് തടയാൻ പറ്റുന്നില്ലെങ്കിൽ എടോ നിന്റെ ഹൃദയം കൊണ്ട് നീ വെറുക്ക്, നിന്റെ ഹൃദയം കൊണ്ട് നീ വെറുക്ക്. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, അള്ളാഹുവിന്റെ ദീനിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണല്ലോ, നീ വെറുത്തേക്ക്.
അല്ലാതെ നീ ഇങ്ങനെ മിണ്ടാതെ നടക്കലല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റു കണ്ടാ തിരുത്തുന്നത് ഒരു നല്ല സ്വഭാവമാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ പറയുന്നു, എടോ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു അധികാരമുണ്ട്. അത് ഇന്ത്യ ഗവൺമെന്റ് അല്ല, അത് അല്ലാഹു തന്ന അധികാരമാണ്. അല്ലാഹു പ്രായമുള്ളവർക്ക് നൽകിയിരിക്കുന്ന ഒരു അധികാരം എന്താ? നിന്റെ വീട്ടിലോ നിന്റെ കുടുംബത്തിലോ നിന്റെ നാട്ടിലോ ഒരു തെറ്റു നടക്കുന്നത് കണ്ടാൽ ആ തെറ്റു തിരുത്തുക എന്ന് പറയുന്നത് നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു അധികാരമാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഒരൽപ്പം ചരിച്ചു വെച്ചാൽ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രായമുള്ളവർക്ക് അല്ലാഹു ഒരു അധികാരം തന്നിട്ടുണ്ട്. എന്താ അധികാരം? നിന്റെ കണ്ണിന്റെ മുമ്പിൽ തെറ്റ് നടക്കുന്നത് കണ്ടാ നീ അത് തിരുത്തണം. നീ നാട്ടുകാരെ നന്നാക്കണ്ട, മഹല്ലുകാരെ നന്നാക്കണ്ട, പള്ളിയിലെ ഇമാമിനെ നന്നാക്കണ്ട. നീ ആദ്യം പോയിട്ട് നിന്റെ വീട് നന്നാക്ക്. അവിടെ നിനക്ക് ആരുമില്ലല്ലോ, ആ വീട്ടിലെ ഭരണാധികാരി നീയാണല്ലോ. നിന്റെ ഭാര്യ, നിന്റെ മക്കൾ എന്തെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെതിരായിട്ട് നിന്റെ കുടുംബത്തിൽ നടക്കുന്നു. ഒരു കല്യാണം വന്ന് നോക്കിയേ, മയ്യത്ത് ചുമന്നുകൊണ്ട് വരുന്ന പോലെ ഇന്ന് കൊണ്ടുവരുന്നേ. ഞാൻ ഈ അടുത്ത് ഹമീദാണെന്ന് തോന്നുന്നു എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. പടച്ചോനെ, ഒരു കല്യാണ പയ്യൻ. ഞങ്ങളുടെ നാട്ടിലൊക്കെ മയ്യത്ത് കബറടക്കുമ്പോൾ മുകളിൽ ഇങ്ങനെ തുണി പിടിച്ചിട്ട് കബറടക്കും. ഇതുപോലെ കല്യാണ പെണ്ണിനെ കൊണ്ടുവരിക. എന്തൊക്കെ കോലവാടോ കാണിക്കുന്നത്! അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെതിരായിട്ട് നിന്റെ വീടിന്റെ അകത്ത് നടക്കുന്ന പേക്കൂത്തുകൾ അത് തിരുത്ത. അത് നാട്ടുകാരല്ല, കണ്ടവന്റെ മക്കളല്ല, നിന്റെ മക്കൾ. താടിയും തഴമ്പും നിനക്കുണ്ട്. ഇത് ചോദിക്കുമ്പോ ഇപ്പൊ പറയണം, ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ നടക്കുന്നതല്ലേ, എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നതല്ലേ. പിന്നെ പറയുന്ന ഒരു ന്യായമുണ്ട്, പിള്ളാരല്ലേ, കുട്ടികളല്ലേ, നമ്മൾ എന്ത് ചെയ്യാനാ, കുട്ടികളായിപ്പോയി. നാണമില്ലേ മുസ്ലിമെ നിനക്കിത് പറയാൻ? എന്റെ ഉപ്പാനോട് ചോദിക്കുന്നു, നിനക്ക് നാണമില്ല ഇത് പറയാൻ? നിനക്ക് നിന്റെ കൈ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈ കൊണ്ട് തടയ്, നാവ് കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ നാവ് കൊണ്ട് തടയ്. ഇല്ലെങ്കിൽ ഈ നിക്കാഹ്, ഈ പരിപാടിക്കൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം. എന്ത് നിനക്ക്? പലരും ഇത് പറയാൻ മടിക്കുന്നു. എത്ര വലിയ തെറ്റാണെന്നറിയുമോ? തെറ്റ് കണ്ടിട്ട് തിരുത്തിയില്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.